മടായിക്കാവിൽ ഗോവൻ മന്ത്രി വിശ്വജിത്ത് റാണെ ദർശനം നടത്തി. ഹെലികോപ്റ്റർ മാർഗം മടായിപ്പാറയിലെത്തിയാണ് ഇദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയത്. രാവിലെ 8:45ഓടെയാണ് ഗോവൻ മന്ത്രി വിശ്വജിത്ത് റാണെ മാടായിലെത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് 82-ൽ അന്ന് മാടായി പാറയിൽ വിമാനത്താവളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് മന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് മാടായിൽ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ മാർഗം ഇവിടെ എത്തിയത്. അതിനുശേഷമാണ് മന്ത്രി വിശ്വജിത്ത് റാണെ ഗോവൻ മന്ത്രിയായ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം മാടായിലെത്തുന്നത്. രാജരാജേശ്വരി ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ് ദർശനത്തിനായി പോയത്. അതിനുശേഷമാണ് മാടായിക്കാവിലേക്ക് എത്തുന്നത്. അവിടെ ക്ഷേത്രം ഭാരവാഹികളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകളൊക്കെ കണ്ട് അദ്ദേഹം തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിന്റെ മൂത്ത പിടാരരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതായത് ഈ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം എത്തിയപ്പോൾ ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്ക് കൂടി ഏറെ കൗതുകം നിറയ്ക്കുന്ന ഒരു കാഴ്ചയായി മാറുകയായിരുന്നു. ആ സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അത് വളരെ കൗതുകവും ആവേശവും അത്ഭുതം നിറയ്ക്കുന്ന ഒരു കാഴ്ചയായി മാറുകയായിരുന്നു. നിരവധി പേരാണ് ഇവിടെ എത്തി ഫോട്ടോ പകർത്താനും അതുപോലെ തന്നെ ഇത് എപ്പോൾ പോകും എന്നുള്ള രീതിയിൽ ഈ ഗ്രൗണ്ടിൻ്റെ മതിലിനപ്പുറത്ത് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ഹെലികോപ്റ്റർ എപ്പോൾ പറന്നുയരും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് അവർ ഈ മതിലിനപ്പുറത്ത് അവർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനായിട്ടുണ്ട്. എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഗോവൻ മന്ത്രി മടങ്ങിയിരിക്കുകയാണ്. മാടായിക്കാവിലും അതുപോലെ തന്നെ രാജരാജേശ്വരി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞാണ് മന്ത്രി മടങ്ങുന്നത്. കണ്ണൂരിലേക്ക് പോയതിനു ശേഷം ഗോവയിലേക്ക് മന്ത്രി തിരിക്കും. ക്യാമറമാൻ നികേഷ് റാവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ.